1911 ഓഗസ്റ്റ് 3 ഇറ്റലിയിലെ മോണ്ടിച്ചിയാരി എന്ന സ്ഥലത്ത് ജനിച്ച പിയറീനെ ഗില്ലി എന്ന നേഴ്സിന് പരിശുദ്ധ അമ്മ നൽകിയ ദർശനങ്ങളാണ് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ചരിത്രത്തിന് പിന്നിലുള്ളത്. 1937 മുതൽ 1976 വരെ 13 ദർശനങ്ങളാണ് പരിശുദ്ധ അമ്മ ഗില്ലിക്ക് നൽകിയത്. നേഴ്സിന് പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ രൂപം റോസാ മിസ്റ്റിക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1947 ഗില്ലി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ ഒരു മുറിയിൽ വെച്ചാണ് പരിശുദ്ധ അമ്മ തൻ്റെ ആദ്യ ദർശനം നൽകുന്നത്. വയലറ്റ് നിറത്തിലുള്ള ഉടുപ്പണിഞ്ഞ് സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട അമ്മ പക്ഷെ ദുഃഖിതയായി കാണപ്പെട്ടു. മാതാവിന്റെ മാറിടത്തിൽ 3 വാളുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ വാൾ വൈദിക സന്യാസ വിളികൾ നഷ്ടപ്പെടുന്നതിനെയും, രണ്ടാമത്തേത് മാരകപാപത്തിൽ ജീവിക്കുന്ന സമർപ്പിതരെയും, മൂന്നാമത്തേത് വൈദികരും സന്യാസികളും യൂദാസിനെ പോലെ ഒറ്റുകാരായി തീരുന്നതിനെയും സൂചിപ്പിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. എന്നാൽ ഗില്ലി പരിശുദ്ധ അമ്മയോട് അമ്മേ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര പ്രവൃത്തികൾ ഇവ അനുഷ്ഠിച്ച് ജീവിക്കണമെന്ന് അമ്മ പറയുകയുണ്ടായി. അങ്ങനെ അവൾ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടതുപോലെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാര പ്രവൃത്തികളും അടങ്ങിയ ജീവിതം നയിക്കുവാൻ തുടങ്ങി. 1947 ജൂലൈ 13 വീണ്ടും അമ്മയുടെ ദർശനം അവൾക്കുണ്ടായി. പരിശുദ്ധ അമ്മ വെള്ള വസ്ത്രങ്ങൾ അടിഞ്ഞ് മാറിടത്തിൽ 3 റോസാപ്പൂക്കളുമായാണ് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. വെള്ള, ചുമപ്പ്, സ്വർണം എന്നീ നിറങ്ങളിൽ കാണപ്പെട്ട റോസാപ്പൂക്കൾ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാര പ്രവൃത്തികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. കൂദാശകളുടെ യോഗ്യമായ സ്വീകരണത്തെക്കുറിച്ചും പരിഹാര ജീവിതത്തെക്കുറിച്ചുമുള്ള സന്ദേശങ്ങളാണ് മാതാവ് അവൾക്ക് നൽകിയത്. ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന പാപങ്ങൾക്ക് പരിഹാരമായി വിശ്വാസികൾ കൂടുതൽ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാര പ്രവൃത്തികളും അടങ്ങുന്ന ജീവിതം നയിക്കണമെന്നുള്ളതാണ് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ സന്ദേശങ്ങളുടെ എല്ലാം കാതൽ. ഇന്നും ഒത്തിരിയേറെ വിശ്വാസികളാണ് ആ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത്.